വാഹനം ലോക്കായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിത് പുഷ് ചെയ്താൽ തുറക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ അതൊന്ന് തീർക്കാൻ സംശയം. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, പലർക്കും ഇതിനകത്ത് ഓഫ് സ്വിച്ച് കാണാത്തതുകൊണ്ട് ഡൗട്ട് വരും ഈ വാഹനത്തിൻ്റെ AC എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്. കാരണം ഇതിൽ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല, AC ഓൺ ഓഫേ ആകത്തുള്ളൂ, ഓട്ടോ പ്രസ് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിലുള്ളൊരു ഫീച്ചറാണ് മൾട്ടി കൊളീഷൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. മൾട്ടി കൊളീഷൻ ബ്രേക്കിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക് വൈപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. എന്താണ് ഡിസ്ക് വൈപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സ്കോഡയുടെ കൈലാക്കാണ്. ഏതായാലും കൈലാക്കിൻ്റെ വിശേഷം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് സ്കോഡ എന്ന് പറയുന്നൊരു വാഹനം സാധാരണക്കാരൻ്റെ വാഹനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ചരിത്രം മാറി, അല്ലെങ്കിൽ സാധാരണക്കാരനും സ്ക്വാഡ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള സ്കോഡ കൈലാക്കാണ്. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് ഞാൻ പറയുന്നില്ല, 10,50,000. കാരണം ഇപ്പം കുറച്ച് ടാക്സിനൊക്കെ വ്യത്യാസം വന്നപ്പോഴേക്കും ഒരു 10,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന, അതായത് ഒരു ബേസ് വേരിയൻ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള. ഏതായാലും ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിനകത്തുള്ള കുറച്ച് ഫീച്ചേഴ്സും ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡും എല്ലാം കൂടെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല, പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ഹുഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു നല്ലൊരു സ്ക്വാഡയുടെ ലോഗോ ഇവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു സ്കൂപ്പ് ചെയ്തൊരു ഡിസൈനാണ് നമ്മുടെ ബോണറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഈ DRLs നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു DRL മാത്രമല്ല, DRL അതായത് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് പ്ലസ് ഇൻഡിക്കേറ്ററും കൂടെ നമുക്കിവിടെ വരുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അതായത് 2-in-1 ഫംഗ്ഷൻ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് നേരെ കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ ഗ്രില്ലിലോട്ടാണ്. ഒരു 3D റിബ് ഡിസൈൻ വരുന്ന ഗ്രില്ലിലോട്ടാണ് നേരെ വന്നത്. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. കോഡയുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു ഗ്രില്ലിൻ്റെ കാര്യം. തൊട്ട് താഴെ നമുക്ക് എയർ ഡാംസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. താഴെ ഒരു നല്ലൊരു സ്കിഡ് പ്ലേറ്റും ഒരു ബ്ലാക്ക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ലൈറ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല അടിപൊളിയുണ്ട്. ആ എഴുത്ത് തന്നെ ഒരു രസമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ഫോഗ് ലാമ്പ് പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പാർക്ക് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. പാർക്ക് ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒന്നും കാണത്തില്ല, കാരണം നമ്മുടെ DRL വരുന്നുണ്ടൊന്ന് ചെറുതായിട്ട് മങ്ങും. അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഹെഡ് ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും ഞാനിതൊന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പോകണം. ഇനി എനിക്കിത് ബ്രൈറ്റ് ഡിം ആക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ നേരെ താഴോട്ടൊന്നാക്കി കഴിഞ്ഞാൽ ബ്രൈറ്റ് ഡിം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് പാസ് ബൈ കാണിച്ചു തരാം. പാസ് ബൈ ഇനി ഞാനൊന്ന് ബ്രൈറ്റ് ഓൺ ആക്കിയിടുന്നു, ബ്രൈറ്റ് ഓഫ് ആക്കുന്നു. ഇനി ഞാൻ ഫുള്ള് ഓഫാക്കി. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സൈഡിലത്തെ കാഴ്ചയിലോട്ട്, അതിനു മുമ്പ് നമുക്ക് വേണ്ട ഇവിടെ ടോ ചെയ്യാൻ വേണ്ട ഒരു ഹുക്കിൻ്റെ കവറും കാണാൻ സാധിക്കും. ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. ഇനി സൈഡിലോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മെയിൻ കാര്യം നമ്മുടെ ടയർ സൈസ് തന്നെയാണ്. അതായത് ഒരു 17 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. 205 55 R17 കിട്ടുന്നത്. നല്ല കിടുക്കലൊരു അലോയ് ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. അതും വിത്ത് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രേക്ക് വൈപ്പിംഗ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. എന്താണ് ബ്രേക്ക് വൈപ്പിംഗ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകാം. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലത്തെ കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിലത്തെ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ സൈഡിലത്തെ ഡിസൈൻസും ഇതെല്ലാം ഫൈബർ പാർട്സ് ആണ് വന്നിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം കംപ്ലീറ്റിങ് വരെ. നമ്മുടെ മിറർ കാണാൻ സാധിക്കും. തൊട്ട് താഴെ ക്യാമറയോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഇതിൽ 360 ഡിഗ്രി ക്യാമറ വരുന്നില്ല. ഇതെല്ലാം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം കുറച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അകത്ത് വരുമ്പോൾ ഒരുപാട് കോസ്റ്റ് കട്ടിങ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ഫോൾഡിംഗ് ടൈപ്പ് മിററുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസിൽ ഇത്രയും പോർഷനിൽ ഒരു ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് സ്വിച്ചും ഇവിടെ വരുന്നുണ്ട്. ലോക്ക് അൺലോക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ മേളിൽ വരുമ്പോൾ നമുക്ക് റൂഫ് റെയിൽ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ലോഡ് കൊടുക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡു നോട്ട് അപ്ലൈ ലോഡ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ലൈൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കാണാം. അതുപോലെ തന്നെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇവിടെ തന്നെ പ്രസ് ചെയ്താണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. E20 E10 രണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്യൂവൽസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം ഓക്കെയാണ്. നമുക്ക് ഏതായാലും ലോക്ക് ചെയ്യാം. ഇനിയിപ്പം കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും, വാഹനം ലോക്കായിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിത് പുഷ് ചെയ്താൽ തുറക്കുമോ എന്നുള്ളത്. നമുക്കിപ്പോൾ അതൊന്ന് തീർക്കാൻ സംശയം. ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത സമയത്ത് നമുക്ക് കാണാം മിററൊക്കെ ഫോൾഡ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇനി ഇത് ഓപ്പൺ ആകുമോ നമുക്ക് നോക്കാം. ഇല്ല. അപ്പോൾ പേടിക്കണ്ട, നമ്മളിത് എവിടെയെങ്കിലും കൊണ്ടിട്ടാലും ലോക്ക്ഡാണ്. ഇനി ഞാൻ അൺലോക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക്
അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ എല്ലാ വാഹനത്തിൻ്റെയും ഷാർക്ക് ഫിൻ ആകുന്ന പോലെ തന്നെ ഇവിടെയും ഷാർക്ക് ഫിൻ ആൻറ്റിനയായി. സ്പോയിലർ ഇല്ലെങ്കിൽ പോലും ചെറിയൊരു സ്പോയിലറിൻ്റെ ഒരു രീതി പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് റിയർ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു വാഷർ, ചെറിയ നോസിൽ ഇവിടെ കാണാം. ഒരു റിയർ വൈപ്പർ കാണാം. കുറച്ചുകൂടെ മറ്റേ എന്താ പറയുന്നത്, പ്രീമിയം ക്വാളിറ്റി ആക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു. ജസ്റ്റ് ഒരു സജഷൻ മാത്രമാണ്. സ്കോഡ എന്ന് എഴുതിയിരിക്കുന്ന കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വരാത്ത ഈ ഒരു ഡിസൈൻ, അതായത് എല്ലാവരും ഒരുപോലെ ആയാൽ ശരിയാകത്തില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നും കൊണ്ടായിരിക്കും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വരുന്നില്ല. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെയിൽ ലാമ്പ് എല്ലാം വരുന്നത് LED ആണ്. പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് എല്ലാം വരുന്നത് നമുക്ക് LED തന്നെയാണ്. ക്രിസ്റ്റൽ ലൈൻ ലൈറ്റിംഗ് എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററും റിവേഴ്സും പാർക്ക് ലൈറ്റും ബ്രേക്കും വരുന്നത് LED ആണ്. അത് കഴിഞ്ഞാൽ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടത് ഇവിടെ തൊട്ട് താഴെ ഒരു ബട്ടണുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്യാമറ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിയ സ്പേസ് ഉള്ള ഒരു ബൂട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 446 ലിറ്ററാണ് ഇവിടെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ലൈറ്റ് കാണാൻ സാധിക്കും. പക്ഷേ അതൊരു ഹാലജൻ ബൾബാണ്. അതിൻ്റേതായ കുറച്ച് ബോർ എനിക്ക് തോന്നിയായിരുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെ കുറേ സിംപ്ലി ക്ലെവർ ഐഡിയാസ് കുറേ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പാർസൽ ട്രേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുത്ത് മാറ്റിയേച്ചും സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെ വെക്കും? പൊതുവേ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. പക്ഷേ ഈ വാഹനത്തിൽ അതുപോലെ ഇതിങ്ങനെ ഇറക്കി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? അതായത് ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ലോക്ക് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് ഫ്രീ ആയിട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ് പാർസൽ ട്രേ. എന്നാൽ ആ പാർസൽ ട്രേ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ കൊണ്ട് വയ്ക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു 3 കിലോയുടെ എന്തെങ്കിലും നമുക്ക് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിലും റൈറ്റിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ട്രാങ്കിൾ യൂണിറ്റ് കാണാൻ സാധിക്കും. അതൊന്ന് ഓടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെൽക്രോ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു സ്പെയർ വീല് ശരിക്കും ഒരു സ്പെയർ വീല് തന്നെയാണ്. കാരണം 195 65 R15 ഇതിൻ്റെ സൈസ് വരുന്നത്. അതായത് ഒരു 15 ഇഞ്ചിൻ്റെ സൈസാണ് വരുന്നത്. അതായത് ഒരു ജസ്റ്റ് ഒരു സ്പെയർ വീലായിട്ട് മാത്രം യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് നല്ല രസമുണ്ട്. അതായത് ഇത് പിടിച്ച് താക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പലപ്പോഴും നമ്മൾ പല വാഹനത്തിൽ ഇങ്ങനെ വെക്കുന്ന ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടൊരു ഫീച്ചർ കൊടുത്തത് നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാൽ താഴത്തെ ബമ്പർ നമുക്ക് കാണാം പെയിൻറ്റഡ് അല്ല, ബ്ലാക്ക് ആണ്. നല്ലൊരു സ്കിഡ് പ്ലേറ്റ് പോലെയൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 റിവേഴ്സ് സെൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അത് ശരിക്കും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് 2 റിവേഴ്സ് സെൻസർ വന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് 4 നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ചില വാഹനങ്ങളിൽ 6 ഉണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 ഉള്ളൂ എന്നെനിക്ക് തോന്നി. സ്കൈലാക്ക് എന്നുള്ളൊരു നല്ല ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 റിഫ്ലക്റ്റേഴ്സും നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും നമുക്ക് 2 റിഫ്ലക്റ്റേഴ്സും കാണാൻ സാധിക്കും. അതും കിടലനാണ്. എന്നാൽ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോഡ്സിന് വേണ്ടി തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ വാഹനമേ ഇന്ത്യയിൽ തന്നെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് ഇതൊരു ഇന്ത്യൻ റോഡ്സും ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇനി നിങ്ങൾക്ക് തോന്നിയോന്ന് അറിയില്ല, ഇതിന് 2 റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്. മിക്ക സ്കോഡ വാഹനങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ബാക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രം അവരുടെ സ്റ്റാൻഡേർഡായിട്ട്, അതായത് യൂറോപ്യൻ സ്റ്റാൻഡേർഡായിട്ട് ഒരു ലൈറ്റ് മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇവിടെ 2 റിവേഴ്സ് ലൈറ്റ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സ്കൈലാക്കാണ്. ഇത്രയാണ് പുറമേ ഉള്ള കാഴ്ചകളുടെ വിശേഷം. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഇതിലോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, ഇതൊരു 6 വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ടൈപ്പ് സീറ്റാണ് വരുന്നത്. ഡ്രൈവർ സൈഡ് മാത്രമല്ല കോ ഡ്രൈവർ സൈഡിലും സെയിം രീതി തന്നെയാണ് വരുന്നത്. അതായത് 6 വേയിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു കിഡിലൻ ഡോർ ഹാൻഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ലോക്കോ അൺലോക്കോ ബട്ടൺസ്, അതായത് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് സെറ്റ്, ഫിസിക്കൽ സ്വിച്ച് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. അതെല്ലാം ഇലക്ട്രിക് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്വിച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, വാഹനം നമ്മൾ ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് തുറക്കാൻ സാധിക്കും. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. എന്നാൽ നമുക്ക് ഡോർ പാഡ് കാണുമ്പോഴത്തേക്ക് നല്ലൊരു ഡിസൈൻ. ഈ ഒരു ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ വാഹനത്തിൽ പല സ്ഥലത്തും ഇതുപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഒരു മിറർ അഡ്ജസ്റ്റിംഗ് സ്വിച്ച് കാണാൻ സാധിക്കും. റൈറ്റ് ലെഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി മിറർ ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് താഴോട്ടാക്കി കഴിഞ്ഞാൽ മിറർ ഫോൾഡ് ആകുന്നതായിരിക്കും.
ഇനി ഞാൻ ലെഫ്റ്റിലോട്ട് ആക്കിയിട്ടു. ഇനി 4 പവർ വിൻഡോ സ്വിച്ച് കാണാൻ പറ്റും. ഡ്രൈവർ സൈഡ് മാത്രം ഓട്ടോ പവർ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുള്ളൂ. പിന്നെ ഇത് വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്ക് സ്വിച്ചാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് തൊട്ട് താഴെ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്യൂട്ടറും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു സാധനം നല്ല കിടു ഒരു ഐറ്റമാണ്. നമ്മുടെ ടിക്കറ്റ് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വല്ല കാർഡോ കാര്യങ്ങളൊക്കെ അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് AC വെൻ്റ് കാണാൻ സാധിക്കും. നല്ലൊരു വലിയൊരു AC വെൻ്റാണ് കാണാൻ സാധിക്കും. നമുക്കത് ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തും വെക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ലൈൻ നമുക്കിവിടെ ഇങ്ങനെ ഒരു വരുന്നത് കാണാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കണ്ടിന്യൂഷൻ, ഈ ഒരു ഭാഗത്തിൻ്റെ കണ്ടിന്യൂഷൻ പോലെ തിരിച്ച് ഇവിടെയാണത് വരുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് കാണാൻ സാധിക്കും. ഓട്ടോ മോഡ് ഇടണമെങ്കിൽ വേണമെങ്കിൽ പാർക്ക്, ഹെഡ്ലൈറ്റ് ഓണ്, ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്തോട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചർ പോകുന്നത്. പിന്നെ നമ്മുടെ ഹൈ ലോ ഒക്കെ നമുക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ഹൈ വേണമെന്നുണ്ടെങ്കിൽ താഴോട്ടൊന്ന് പുഷ് ചെയ്താൽ മതി. മേലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ് ബൈ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് വൈപ്പേഴ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇനി താഴോട്ടാക്കണമെന്നുണ്ടെങ്കിൽ താഴോട്ടാക്കാം. ബാക്കിലത്തെ വൈപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും താഴോട്ടുള്ള ആക്കി കഴിഞ്ഞാൽ ബാക്കിലത്തെ വൈപ്പർ ഇതിൻ്റെ സ്പീഡ് എത്രത്തോളം വേണമെന്നുള്ള അല്ലെങ്കിൽ എത്ര ഇൻ്റർവെൽസ് എന്നുള്ളതിൻ്റെ സ്പീഡ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപോലത്തെ കുഞ്ഞൻ സ്വിച്ച് നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള കുഞ്ഞൻ സ്വിച്ചസ് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് വരുന്ന 2 സ്ട്രോക്ക് ആണ് വരുന്നത്. അതായത് ഇതിൻ്റെ സെൻറ്റർ ഫ്രീ ആണ്. ഒരു 2 സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ മൊത്തം, അതായത് ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് മൊത്തം ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ മീഡിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ് ആണ് ഇവിടെ വരുന്നത്. ഏതായാലും ഇതിൻ്റെ നോബ് നല്ല രസമുണ്ട്. നല്ല റോട്ടറി ടൈപ്പ് ഒരു നോബാണ് വരുന്നത്. അത് നമുക്ക് പ്രസ് ചെയ്യാനും സാധിക്കും. ഇത് 2 സൈഡിലും അതുപോലെ തന്നെയാണ് വരുന്നത്. ഏതായാലും ഹോൺ കൊണ്ട് കളഞ്ഞോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഹോൺ അത്രയും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു നല്ല ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്റർ മീറ്ററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10.4 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രമല്ല, ഒരുപാട് സെറ്റിങ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം. നമ്മൾ ആവറേജ് സ്പീഡ് എത്രയാണ്, ട്രിപ്പ് ഇപ്പോൾ ലാസ്റ്റ് കിലോമീറ്റർ ഓടിയിരിക്കുന്ന എത്ര, 21. ഇതിപ്പം ഞാൻ ഇപ്പം വരുന്ന വഴിക്കൊന്ന് ഓടിയാണ് 21 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 9.4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി. ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് അറിയാം. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അതായത് നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് തോന്നും, അല്ല. പക്ഷേ കാർ എടുത്തു കഴിഞ്ഞാൽ കാറിൻ്റെ നമ്മുടെ ESP ഉൾപ്പെടെ ആക്ടിവേറ്റ് ചെയ്യണോ ഓഫ് ചെയ്യണോ, ലൈറ്റിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ, ഇൻറ്റീരിയർ പാനലിൻ്റെ ലൈറ്റ്, ആംബിയൻ ലൈറ്റ്, ഫ്രണ്ട്, ഇതൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും. എക്സ്റ്റീരിയർ ലൈറ്റ്സ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത്, അതായത് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര നേരം കത്തി നിൽക്കണം, ലീവിങ് ഹോം വീട്ടിൽ നിന്ന് തിരിച്ച് വാഹനത്തിലോട്ട് വരുന്ന സമയത്ത് എത്ര നേരം കത്തി നിൽക്കണം, എല്ലാം വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിറേഴ്സ് ഫോൾഡ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഫോൾഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. വൈപ്പേഴ്സിൻ്റെ സ്വിച്ച് ഓട്ടോമാറ്റിക് ആക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ടയേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും സിസ്റ്റം ആക്ടിവേഷൻ വാണിംഗ്, സ്പീഡ് വാണിംഗ് കാണിക്കുന്നതിൻ്റെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ പഠിച്ച് വരണമെങ്കിൽ തന്നെ നല്ലൊരു സമയം നമുക്ക് എടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് TPMS വരുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഈ സൈഡിലോട്ട് വരുമ്പോൾ 2 വലിയ AC യൂണിറ്റ്സ് കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കുന്നുണ്ട്. ഏതായാലും അതും കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറേ സ്വിച്ചസ് കാണാൻ സാധിക്കും. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഇസ് ഡീആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. AC നമ്മുടെ സീറ്റിലുള്ളത്, അതായത് സീറ്റ് വെന്റിലേഷൻ ഓൺ ഓഫ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. അത് ഡ്രൈവർ സൈഡിലാണെങ്കിലും കോ ഡ്രൈവർ സൈഡിലാണെങ്കിലും. പിന്നെ ഒരു ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. ഈ വരുന്ന AC കൺട്രോൾ ഫുള്ള് ടച്ചാണ് വരുന്നത്. അതായത് AC ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ AC ഓൺ ചെയ്യാം. പലർക്കും ഇതിനകത്ത് ഓഫ് സ്വിച്ച് കാണാത്തതുകൊണ്ട് ഡൗട്ട് വരും, ഈ വാഹനത്തിൻ്റെ AC എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്. കാരണം ഇതിൽ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല, AC ഓൺ ഓഫേ ആകത്തുള്ളൂ. ഓട്ടോ പ്രസ് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫാനിൻ്റെ സ്പീഡ് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓഫാണ് വരുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ആക്കണമെന്നുണ്ടെങ്കിൽ ഡീഫോഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ 2 USB പോർട്ടുകൾ കാണാൻ സാധിക്കും. പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പാസഞ്ചർ സൈഡിലെ എയർ ബാഗ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലോക്ക് അതിൻ്റെ സൈഡിലുണ്ട്. ഞാൻ അവിടെ വരുമ്പോൾ കാണിച്ചു തരാം. യെസ്, ഇതുണ്ട്. ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓഫ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇരിക്കുന്ന താക്കോൽ യൂസ് ചെയ്ത് തന്നെ അത് ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനം ഒരു 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡ്, പില്ലർ എയർ ബാഗ്, 2 സീറ്റയിലും എയർ ബാഗ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്.
അത് കഴിഞ്ഞ് തൊട്ട് താഴെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കാണാൻ സാധിക്കും. ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് സോക്കറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. ഒരു ടോർക്ക് കൺവേർട്ടർ വരുന്ന ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സൈഡിലൊരു കുഞ്ഞൻ പോക്കറ്റ് ഉണ്ട്. ഈ പോക്കറ്റ് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ കീ ഇടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആ കീയുടെ ഒരു സ്ലോട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. 2 കപ്പ് വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് സ്ലിപ്പ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്നൊരു കപ്പ് സ്ലിപ്പ് ആകാതിരിക്കാൻ വേണ്ടി ഒരു ആൻറ്റി ഗ്രിപ്പും കൂടെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആംബ്രസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ആംബ്രസ്റ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും സിംപ്ലി ക്ലെവർ എന്ന് പറഞ്ഞൊരു ഐഡിയയിൽ ശരിക്കും ഇതിനകത്ത് വരുന്നതാണ്. ഒരുപാട് സിംപ്ലി ക്ലെവർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ചെറിയൊരു കുഞ്ഞൻ ഐറ്റംസ് ഒരുപാട് ഈ വാഹനത്തിലുണ്ട്. അതുപോലത്തെ ഒന്നാണ് ഈ കണ്ടതും. അതുപോലെ തന്നെ ആ ഡോറിൽ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം കൂടെയുണ്ട്. നമുക്കിവിടെ ഒരു റിഫ്ലക്ടർ കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡോറ് തുറന്ന് കിടക്കുന്ന സമയത്ത് ഈ ഒരു ഡോറ് തുറന്നു എന്നുള്ളത് പുറമേ നിന്ന് വരുന്നൊരു വ്യക്തിക്ക് വളരെ കൃത്യമായി മനസ്സിലാകാൻ വേണ്ടി അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇത് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ മിക്ക വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു കാര്യം ഇവിടെ ഈ സൈഡ് വരുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് കട്ടിങ് തന്നെയാണ്. കാരണം ഇത് ബേസ് വേരിയൻറ്റിലൊന്നും പുഷ് സ്റ്റാർട്ട് നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ശരിക്കും ഈ ഒരു മോഡലിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും പുഷ് സ്റ്റാർട്ടിനുള്ളൊരു സ്വിച്ചും കൂടെ ഇവിടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. എൻ്റെ ഒരു വിഷൻ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഡാഷ്ബോർഡിൽ ഇത്രയും പോർഷൻ ഒരു വേക്കൻ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാനും സാധിക്കും. ഓടിക്കളിച്ച് നടക്കത്തില്ല. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്നൊരു മിററാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും കാണാൻ നല്ല ക്യൂട്ടാണെന്ന് തോന്നുന്ന ഒരു രീതിക്ക് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മേളിൽ 2 റീഡിങ് ലാംപ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺറൂഫും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഒരു സിംഗിൾ പാനൽ സൺറൂഫാണ് വരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ വളരെ കൂടുതലാണ്. ഈ സൺറൂഫ് ചിലർ സൺറൂഫ് വേണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ചെറുതായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് നോക്കിയെടുത്തോളം അതൊരു വലിയൊരു സംഭവം അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. കാരണം സൺറൂഫ് വരുന്ന പല വാഹനങ്ങൾക്കും ഇപ്പം പ്രശ്നമില്ലെങ്കിലും ഇനി ഭാവിയിലോട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷനും വെള്ളം ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാകാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇല്ലാത്ത വാഹനങ്ങൾ നല്ലതാണ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇത് എൻ്റെ മാത്രം സജഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്ക്. അപ്പോൾ നമുക്കിനി കോഡ് പാസഞ്ചർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലോ ബോക്സ്. കുഴപ്പമില്ലല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏതായാലും അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ എനിക്ക് കാലിലോട്ടൊന്നും തട്ടാതെ തുറക്കാൻ പറ്റിയായിരുന്നു. വെൻറ്റിലേറ്റഡ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. അതായത് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എന്തെങ്കിലും നമുക്കിവിടെ കാണാൻ സാധിക്കും. കാണാൻ നല്ല രസമുണ്ട് ഏതായാലും. അപ്പോൾ അതൊക്കെ. പിന്നെ ഇവിടുത്തെ ഒരു ഡിസൈനും ഈ ഒരു മെറ്റീരിയലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു ഗ്രീനിഷ് ടൈപ്പൊക്കെ മിക്സ് ചെയ്തൊരു മെറ്റീരിയലാണ് വരുന്നത്. അതും അടിപൊളിയാണ്. ഇവിടുന്ന് തന്നെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AC-യുടെ കാര്യം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആക്സസ് ചെയ്യാനും എല്ലാം സാധിക്കും. നമ്മുടെ ആംറെസ്റ്റും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മ കിട്ടിക്കാണും. ഇതിവിടെ മാത്രമല്ല, ഇവിടെയുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഈ 2 പോർഷൻസിലും അത് അവൈലബിൾ ആണ്. തന്നെ സൺവൈസർ നമുക്ക് കാണാൻ സാധിക്കും. സൺവൈസറിനകത്ത് എന്തെങ്കിലും ടിക്കറ്റ് ഹോൾഡേഴ്സോ കാര്യങ്ങളോ എല്ലാം വെക്കാൻ വേണ്ടിയുള്ളൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ നമുക്കൊരു ഗ്ലാസ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കവിടെ അവൈലബിൾ അല്ല. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഇരുന്ന് നോക്കാം. ബാക്ക് സൈഡിലെ വിശേഷം കൂടെ പെട്ടെന്നൊന്ന് നോക്കാം. ഈ വാഹനത്തിലോട്ട് കയറാം. ഈ ഒരു സീറ്റ് ഏറ്റവും അത്യാവശ്യം ബാക്കിലോട്ട് തന്നെ ഇറക്കിയിട്ടിരിക്കുകയാണ്. അതായത് ഒരുവിധം ഫുള്ള് തന്നെ ഇറക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും എനിക്ക് നല്ല രീതിക്ക് നീ വെക്കാൻ സാധിക്കും. അതായത് ഏരിയ ഓക്കെ ആണ്. ഒരു സബ് 4 മീറ്റർ വാഹനമാണിത്. അതായത് 3995 mm ആണ് ഈ വാഹനത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. എന്നാൽ കൂടി നമുക്ക് അത്യാവശ്യം ബാക്കി ഇരിക്കാനുള്ള നല്ല സപ്പോർട്ടുണ്ട്. തൈ സപ്പോർട്ട് ഒരു ഓക്കെ, അതായത് അടിപൊളി ഞാൻ പറയത്തില്ല, എന്നാൽ തീരെ മോശമൊന്നും പറയത്തില്ല. കാരണം എനിക്ക് ആ ഒരു പോർഷൻ അത്യാവശ്യം ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തൈ സപ്പോർട്ടും കുറവില്ല. ഹെഡ് റെസ്റ്റും അടിപൊളിയാണ്. കാരണം നല്ല രീതിക്ക് 1, 2, 3 ഹെഡ് റെസ്റ്റ്, അതായത് ഇവർ സൈഡിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ മൂന്നാമത് ഇരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ 3 പേരെയും കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റെസ്റ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് വേണ്ട ഒരു ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ISOFIX സീറ്റാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു പോക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് മൊബൈൽ ഫോൺസ് വെക്കാൻ വേണ്ടി തന്നെ, സ്മാർട്ട് ഫോൺസും കാര്യങ്ങളൊക്കെ. കാരണം ഇപ്പോൾ എല്ലാവരുടെയും സ്മാർട്ട് ഫോണുണ്ട്, വെച്ചേ പറ്റത്തുള്ളൂ. ഈ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ ഒരു
സ്മാർട്ട് ഫോണിൻ്റെ പോക്കറ്റ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും മാഗസീൻസോ കാര്യങ്ങളൊക്കെ വല്ലതും വേണമെങ്കിൽ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് റിയർ 2 AC വെൻറ്റ് കാണാൻ സാധിക്കും. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാനും സാധിക്കും. തൊട്ട് താഴെ C ടൈപ്പ് 2 ചാർജർ പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഹുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. നമുക്ക് കോട്ടോ കാര്യങ്ങളൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ തൂക്കിയിടാൻ വേണ്ട ഒരു ക്ലിപ്പും അവൈലബിൾ ആണ്. ബാക്കിൽ 2 റീഡിംഗ് ലാംപ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഓൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഡോർ തുറന്ന് ഇട്ടിരിക്കുന്നുള്ളതുകൊണ്ടാണ് അത് ഓൺ ആയിരിക്കുന്നത്. ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും. നമുക്കിവിടെ ലെതർ സീറ്റാണ് കിട്ടുന്നത്. ഞാൻ ഫ്രണ്ടിൽ പറയാത്ത ബാക്കിലും കൂടെ ഒന്ന് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. അത് പ്യൂർ ലെതർ അല്ല, ലെതറേറ്റഡ് സ്റ്റീൽ സീറ്റുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും നല്ല കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്ക് സൈഡിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല കിട്ടുന്നത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് കിട്ടുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. നല്ല കിഡു വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. കാരണം നല്ല കൂളിംഗ് ഫീച്ചറാണ് അതിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റിയർ സീറ്റ് നമുക്ക് കിട്ടുന്നത് ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു 40 ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, 60% അവിടെ ഉണ്ട്. അതായത് 2 പേർക്ക് ഇരിക്കാം. ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ടുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പാർസലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ലഗേജസോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇനി ഒരാൾ മാത്രം ഇരിക്കാനുള്ളെങ്കിൽ ഒരാൾക്ക് ഇവിടെ ഇരിക്കാം. അപ്പുറത്തെ ആ 2 സീറ്റും കൂടെ ഒന്നിച്ച് നമുക്ക് ഫോൾഡ് ചെയ്തിടാനും സാധിക്കും. ഏതായാലും അതും ഒരു കിടിലൻ ഫീച്ചറാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കൂടെ കാണാം. അതായത് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം കൂടെ പെട്ടെന്ന് കാണാം. വാ. ഓക്കെ, അപ്പം നമ്മുടെ ഹൃദയഭാഗം ഒന്ന് നോക്കാം. അതായത് ഈ വാഹനത്തിന് ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷനേ ഉള്ളൂ. അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ പല വാഹനങ്ങളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഏതെടുക്കണം. കാരണം 1.2 ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 1 ലിറ്റർ ഉണ്ട്, 2 ലിറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. എന്നാൽ ഈ ഒരു വാഹനത്തിൽ ആ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് ഈ വാഹനത്തിൽ ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷനേ വരുന്നുള്ളൂ. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. പക്ഷേ ഇവിടെ 2 ഗിയർ ബോക്സ് ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു മാനുവലും വരുന്നുണ്ട്, ഒരു ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടറുമാണ് നമുക്ക് ഈ ഒരു മോഡൽസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. എന്നാൽ മാനുവൽ വേരിയൻറ്റും കൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഈ ഒരു മോഡലിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാനൊരു 20 കിലോമീറ്റർ ഓടിച്ചൊരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം വാഹനം വളരെ സ്മൂത്താണ്. പ്രത്യേകിച്ച് ഒരു ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ട് നമുക്കൊരു ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും തന്നെ അറിയാനില്ല. സ്മൂത്താണ്. ഡ്രൈവിങ്ങും നല്ല രീതിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഈ വാഹനത്തിൻ്റെ എൻജിൻ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് 114 ഹോഴ്സ് പവറും 178 Nm ടോർക്കുമാണ് വരുന്നത്. ശരിക്കും ഇതൊരു ടർബോ ചാർജർ എൻജിൻ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു പവർ ഔട്ട്പുട്ടും ടോർക്ക് ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നതിൻ്റെ പ്രധാന കാര്യം. ഏതായാലും ഈ വാഹനം ഒരു 3 സിലിണ്ടർ ആയതിൻ്റെ ഒരു ലാഗും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മിനിമലായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം 3 സിലിണ്ടറിന് വൈബ്രേഷൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയൊരു എൻജിൻ നോയ്സ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ ഫീൽ ചെയ്യും, അകത്ത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ ഒന്നും ഡാംഡ് അല്ല. എന്നാൽ പോലും നമുക്ക് അകത്ത് അങ്ങനെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നു അകത്തോട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലോ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് അകത്ത് ഒട്ടും തന്നെ സൗണ്ട് ഫീൽ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഇതൊരു ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും നമുക്ക് അകത്ത് ഫീൽ ചെയ്യത്തില്ല. ഏതായാലും ഈ വാഹനം നിങ്ങൾ ഉറപ്പായിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തോണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി മാനുവലും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക്. അന്നേരം അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഏതായാലും എൻജിൻ റൂം കാണുമ്പോൾ തന്നെ ഒരു കുഞ്ഞൻ എൻജിൻ റൂമാണ്. അത്യാവശ്യം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല എന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതുപോലെ കംഫർട്ടബിളാണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത്. ഏതായാലും ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് സർക്യൂട്ടും സ്റ്റാർട്ടർ മോട്ടറും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും സ്റ്റാർട്ടർ മോട്ടറിനൊക്കെ ഒരു പണി വന്നാൽ അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ തൊട്ട് താഴെ തന്നെ വരുന്നുണ്ട്. ഏതായാലും നമ്മളൊക്കെ ആദ്യം നോക്കുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെങ്ങനെ എളുപ്പമാണോ അല്ലേ? കാരണം ടെക്നിക്കൽ സൈഡ് കൂടുതൽ നമ്മൾ നോക്കുന്നുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു കാര്യം പെട്ടെന്ന് വരുന്നതിൻ്റെ ഇത്. ഓക്കെ, എനിവേ അടിപൊളി തന്നെയാണ്. ഇതിൻ്റെ കീയുടെ വിശേഷം എന്ന് പറയാം. ഏതായാലും ഇതിൽ കീ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സാധാരണ കീ ഹിഡൻ ആയിരിക്കും വരുന്നത്, പക്ഷേ ഇവിടെ കീ ആയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല കാര്യം. അത് കഴിയുമ്പോൾ ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പൺ. ലോക്ക് ചെയ്തു, വാഹനം ലോക്കായി, മിററും ഫോൾഡായി. ഇനി ഞാൻ ബൂട്ട് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. പ്രസ് ചെയ്തിട്ട് കാര്യമില്ല, പ്രസ് ചെയ്ത് പിടിക്കണം. യെസ്, അത് ഓപ്പൺ ആയിട്ടുണ്ട്. ബൂട്ടും ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, പക്ഷേ വാഹനം ലോക്കാണ്, വാഹനം അൺലോക്ക് ആയിട്ടില്ല. ലോക്കാണ്. ഇനി നമുക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്താൽ മാത്രം അൺലോക്ക് ആകത്തുള്ളൂ. ഇതൊന്നെങ്കിൽ ഇത് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കിവിടെ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വാഹനത്തിൻ്റെ സൺറൂഫ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ വാഹനം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൺറൂഫ് അടയോ നോക്കിയാലോ. ലോക്ക് ചെയ്യാണ്. അടഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം വിട്ടിറങ്ങുന്ന സമയത്ത് സൺറൂഫ് അടച്ചിട്ടില്ലെങ്കിൽ അടച്ചോണം, മറക്കരുത്.
ഇനി വാഹനം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചും കൂടെ നോക്കാം. അങ്ങനെ നമുക്കൊരു ഡ്രൈവ് എടുക്കാം. ഏതായാലും ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൽ ഹിൽ ഹോൾഡ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു നല്ല കുത്തനെയുള്ളൊരു കയറ്റത്തിൽ കൊണ്ടുവച്ച് നിർത്തിയിട്ട് നമ്മുടെ സ്ഥിരം ടെസ്റ്റ് ചെയ്യുന്ന രീതി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതായാലും ഡ്രൈവിംഗ് കംഫോർട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വാഹനത്തിന് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക് വൈപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. എന്താണ് ഡിസ്ക് വൈപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്കറിയാം നമ്മുടെ ബ്രേക്ക് ഡിസ്കിൻ്റെ പുറത്ത് വെള്ളത്തിൻ്റെ അംശം വരും. അത് നോർമലാണ്. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയ രീതിക്കെങ്കിലും സ്ലിപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കാൻ, അല്ലെങ്കിൽ സേഫ്റ്റിയുടെ ഒരു ഭാഗം കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്നൊരു ഫീച്ചറാണ് വാഹനം നമ്മൾ എപ്പോഴെങ്കിലും വൈപ്പറിൻ്റെ സ്പീഡ് കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വൈപ്പറിൻ്റെ സ്പീഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ വൈപ്പർ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം വാഹനം സെൻസ് ചെയ്യുന്നത് അവിടെ മഴയുണ്ട് എന്നുള്ള സെൻസ് ചെയ്ത് ഒരു ചെറിയൊരു വൈപ്പിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഡിസ്കും ബ്രേക്ക് പാഡും തമ്മിൽ ചെറിയൊരു പിടുത്തം, അതൊരു ബ്രേക്കിംഗ് ആയിട്ടല്ല വരുന്നത്, ഒരു വൈപ്പിങ് പോലെ വരികയാണ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, എന്തെങ്കിലും ഒരു വെറ്റ് രീതിക്ക് വല്ലതും ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ വർക്കാവുന്നതായിരിക്കും. അത് നല്ലൊരു ഫീച്ചറാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേഫ്റ്റിയുടെ ഭാഗം ഇവർ അതുപോലെ കൺസേൺ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീച്ചർ കിട്ടുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു കയറ്റത്തിലോട്ട് ഞാൻ ഈ വാഹനം ഒന്ന് കയറ്റുകയാണ്. ഇനി നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം. ഞാൻ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് വാഹനം ഇപ്പം ചുമ്മാ നിൽക്കുകയാണ്, കണ്ടോ, അനങ്ങുന്നേ ഇല്ല. ഇത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് അല്ല, ഹിൽ ഹോൾഡ് കൺട്രോളാണ്. അതായത് വാഹനം ഏതൊരു കുത്തനെയുള്ള കയറ്റത്തിലാണെങ്കിലും സ്റ്റോപ്പായി നിൽക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് വേറെ വാഹനം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് വാഹനം മുമ്പോട്ട് പോയി, നോർമലാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ക്രൂയിസ് കൺട്രോൾ കൂടെ ഒന്ന് കാണാം. ഇതിൻ്റെ സ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു സൈഡിലൊരു വെറൈറ്റി ആയിട്ടാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. ഇത് ഓഫ് പൊസിഷൻ, ക്യാൻസൽ പൊസിഷൻ, ഓൺ പൊസിഷനാണ് ഇവിടെ ഉള്ളത്. ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്യാൻസലാണ് വരുന്നത്. അപ്പോൾ ഇത് ഓഫ്, ഇത് ഓൺ പൊസിഷൻ, ഇങ്ങോട്ട് വെച്ചാൽ ക്യാൻസൽ. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കി കഴിയുമ്പോൾ ഈ മീറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ജസ്റ്റ് ക്രൂയിസ് കൺട്രോൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഡ്രൈവ് മോഡ് ഇട്ടു. എപ്പോഴും ഇതൊന്ന് മാറിപ്പോകുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കയറി കഴിയുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാം ഒന്ന് റൈറ്റും ലെഫ്റ്റും മാറിപ്പോകും. കാരണം നമ്മുടെ സാധാരണ വാഹനങ്ങളിലെല്ലാം റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ വരുമ്പോൾ, ഈ ഒരു വാഹനങ്ങൾ, അതായത് നമ്മുടെ ഫോക്സ് വാഗൺ ഗ്രൂപ്പ് ആ ഒരു രീതിയിൽ, യൂറോപ്യൻ രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഏതായാലും നമുക്കിനി ഈ വാഹനം ഒന്ന് ഓടിക്കാം. ഞാനിപ്പോൾ ഓടിച്ച് കഴിഞ്ഞത് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലാണ് സ്വിച്ച് വരുന്നത്. ഞാൻ ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്തു. ഇപ്പം 43 കിലോമീറ്റർ സ്പീഡിൽ ഈ ഒരു രീതി സെറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 43 കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഈ ബട്ടൻ്റെ മേലുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് സ്പീഡ് കൂട്ടാം കുറയ്ക്കാം, ആ രീതി ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഈ വാഹനം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 47 കിലോമീറ്ററിലാണ് ഞാനിതിപ്പം ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം 47 തന്നെ കറക്റ്റ് ഈ വാഹനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, അതായത് ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡ് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അത് നോർമൽ നമ്മുടെ ക്രൂയിസ് കൺട്രോളുള്ള വാഹനത്തിലൊക്കെ ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു വാഹനം ഓഫായിരിക്കും. മീൻസ് വാഹനത്തിൻ്റെ ക്രൂയിസ് കൺട്രോൾ ഓഫായിരിക്കുകയാണ്. ഇനി എനിക്കത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഇവിടെ താഴത്ത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്താൽ മാത്രം എനിക്കിത് ഓൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അഡാസ് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. ഒരു സ്പീഡ് ടെസ്റ്റ് നടത്താം. ഒരു 0-ൽ നിന്ന് ഞാൻ ഫുൾ ആക്സിലറേറ്റ് ചെയ്യുകയാണ്. RPM കയറുന്ന ഒരു 6000, അന്നേരം ഗിയർ ചേഞ്ച് ചെയ്ത് എനിക്ക് ഫീൽ ചെയ്ത് 80, 91, 96, 100. യാ, ഓക്കെ. അപ്പോൾ ഞാനൊന്ന് സ്പീഡൊന്ന് കുറയ്ക്കുകയാണ്. ഏതായാലും ഒരു ടെർബോ വരുന്നതിൻ്റെ ശരിക്കുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ടെർബോ ലാഗ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടില്ല. ഒരു 1 ലിറ്റർ TSI എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ എന്തൊരു കംഫോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വേറെ ലെവലാണ്. കാരണം നമ്മൾ പല 1 ലിറ്റർ ടെർബോ വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ എനിക്ക് ഒരു രക്ഷയില്ല. അടിപൊളി വാഹനമാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതൊരു ഇനിഷ്യലിൽ നിന്ന് നമ്മൾ ഈ വാഹനം എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. 100% ഉറപ്പാണ്. കാരണം അത് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് തന്നെ നോക്കണം. ഇനി നമുക്കൊരു മോശപ്പെട്ട വഴിയും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഒരു മോശപ്പെട്ട വഴി പോയി നോക്കിക്കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു സസ്പെൻഷൻ സൈഡ് എന്നുള്ള ഒരു കാര്യം കൂടെ. കാരണം നമ്മൾ പല വീഡിയോസിലും നമ്മളത് പറയുന്നതാണ് സസ്പെൻഷൻ സൈഡ് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല മോശപ്പെട്ടൊരു വഴി കൂടെ ഞാനിപ്പോൾ ഈ വാഹനം ഒന്ന് ഇറക്കുകയാണ്. നിങ്ങൾ കണ്ടോണം. യെസ്, അടിപൊളി.
ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് തന്നെ പറയാം. കാരണം നല്ലൊരു സസ്പെൻഷൻ സൈഡ് തന്നെയാണ്. ഭയങ്കര ഒരു ഹൈക്ക് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എന്നാൽ അബോ ആവറേജ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം നല്ലൊരു സൈഡ് തന്നെയാണ് സസ്പെൻഷൻ. എനിക്ക് തോന്നുന്നു ബോഡി വെയിറ്റ് ഉണ്ട്, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു സസ്പെൻഷൻ സൈഡ് വളരെ സ്മൂത്തായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും അടിപൊളിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാനുവൽ ഷിഫ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു 6 സ്പീഡാണ് ഇതിൻ്റെ ടോർ കൺവേർട്ടർ വരുന്നത്. അപ്പോൾ 6 സ്പീഡ് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് എന്ന് ഞാൻ പറയാം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതെനിക്കൊരു നെഗറ്റീവായിട്ട് തന്നെ പറയാൻ തോന്നുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു കാഴ്ച ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആയി പോയതുപോലൊരു തോന്നലും, ഡിസ്പ്ലേ ക്ലാരിറ്റി മോശമാണ്. അല്ലെങ്കിൽ ആ ക്യാമറ ക്ലാരിറ്റി, ഡിസ്പ്ലേ ക്ലാരിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ക്യാമറ ക്ലാരിറ്റി മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആൻഡ് ഓൺ എല്ലാം ഈ ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, അത് ഓൺ ചെയ്യാം, എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിലുള്ളൊരു ഫീച്ചറാണ് മൾട്ടി കൊളീഷൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. മൾട്ടി കൊളീഷൻ ബ്രേക്കിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വാഹനം ഏതെങ്കിലും ഒരു വാഹനത്തിലിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് തട്ടുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് തട്ടിക്കഴിഞ്ഞ് ഈ വാഹനം നമ്മൾ ചിലപ്പം ടെൻഷൻ കൊണ്ട് ബ്രേക്ക് ചവിട്ടിയില്ലെന്ന് വരും. അങ്ങനെ ബ്രേക്ക് ചവിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വാഹനത്തിലിടിച്ച് അത് കഴിഞ്ഞ് വേറൊരു വാഹനത്തിലോട്ട് ഇടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ചാൻസ് കിടക്കുന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു ഫീച്ചർ വന്നിരിക്കുന്നതാണ് മൾട്ടി കൊളീഷൻ ബ്രേക്ക്. മൾട്ടി കൊളീഷൻ ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വാഹനം ഒരു ആക്സിഡൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാഹനം പിന്നെ മുമ്പോട്ട് പോയി വേറൊരു ബുദ്ധിമുട്ടുണ്ടാകത്തുമില്ല. ഇപ്പോൾ ഒരു തിട്ടയെ ചെന്ന് ഇടിച്ചെന്ന് വെക്കുക, ആ തിട്ടയിലോട്ട് ഇടി കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ബ്രേക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് ഈ വാഹനം പിന്നെ റോള് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഉരുണ്ട് താഴോട്ടോ കാര്യങ്ങളോ ഒന്നും പോവാതിരുന്നോളും. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമെന്ന് പറയാൻ സാധിക്കുന്നത്. സ്ക്വാഡയുടെ ഈ വാഹനമോ അല്ലെങ്കിൽ സ്ക്വാഡയുടെ ഏതെങ്കിലും വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ 4 വേരിയൻസ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. ക്ലാസിക് വരുന്നുണ്ട്, സിഗ്നേച്ചർ വരുന്നുണ്ട്, സിഗ്നേച്ചർ പ്ലസ് വരുന്നുണ്ട്, പ്രസ്റ്റീജ് എന്ന് പറയുന്നൊരു മോഡലും വരുന്നുണ്ട്. അങ്ങനെ 4 വേരിയൻസ് ആണ് വരുന്നത്. ഇത് ക്ലാസിക് ഏറ്റവും ബേസ് ആണ്. ബേസ് വേരിയൻ്റെ പ്രൈസാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന ബാക്കി 3 വേരിയൻ്റ്, ഇതിൽ സിഗ്നേച്ചർ പ്ലസ് എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറയാം. പ്രസ്റ്റീജ് വരെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. സിഗ്നേച്ചർ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാം, ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസിക് ഒഴിച്ച് നിങ്ങളൊരു സിഗ്നേച്ചർ വേരിയൻ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് സാധാരണ ഒരു ബേസ് വേരിയൻ്റ് എന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല, അല്ലെങ്കിൽ ഒരു എന്നാ പറയുക സെക്കൻഡ് വേരിയൻ്റ് അല്ല, ഏകദേശം ഒരു ടോപ്പ് വേരിയൻ്റ് എല്ലാ ഫീച്ചേഴ്സ് തന്നെ നമുക്കൊരു സിഗ്നേച്ചർ വേരിയൻ്റ് തൊട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പ്രൈസും നമുക്ക് എപ്പോഴും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നല്ലൊരു വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. സേഫ്റ്റിയുടെ കാര്യത്തിലാണല്ലോ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ആ ഒരു കാര്യത്തിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കാരണം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് സ്കോഡയുടെ ഒന്നും ഒരു സേഫ്റ്റിയുടെ കേസായിട്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, അണ്ടർസ്റ്റുഡ് ആണ് അതിനകത്ത്. അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു മാനുവലി കയറിയിരിക്കുകയാണ്. അതായത് ഒരു സെയിം 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഒരു 1 ലിറ്റർ ആണ്. ഏതായാലും ബാക്കി എക്സ്റ്റീരിയർ എല്ലാം സെയിം തന്നെയാണ്. നേരത്തെ കണ്ട ആസെറ്റീസ് സെയിം, ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫോർട്ടും കൂടെയാണ് ഞാനിപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അറിയാതെ പറ്റിപ്പോകുന്നതാണ്, ക്ഷമിക്കുക. ഇൻഡിക്കേറ്ററിന് പകരം വൈപ്പർ ഇടുന്നത്. ഏതായാലും നമ്മൾ ഏകദേശം ഒന്ന് നോക്കുകയാണ്. ഒരു നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റമൊക്കെ കയറുകയാണ്. സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, കുഴപ്പമില്ല. 6 ഗിയേഴ്സാണ് വരുന്നത്. അതായത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് റിവേഴ്സ് മെയിലാണ് വരുന്നത്. നമുക്കിവിടെ കാണുമ്പോൾ അറിയാൻ സാധിക്കും. റിവേഴ്സ് മെയിലും ബാക്കി 1 2 3 2 5 to 6 വരെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തേർഡ് ഗിയറിലാണ് ഞാൻ പോകുന്നത്. 4th ആക്കി, 5th ആക്കി. 5th 49 കുഴപ്പമില്ല, കയറ്റമാണ്, അതുകൊണ്ടാണ് കേട്ടോ. നിരപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു കംഫോർട്ട് ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. യോ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ 6th ഇട്ട് തീർക്കാൻ ചിലപ്പോൾ സാധിക്കാറില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് സ്പീഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കയറി വരാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഒരു 3800 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. എനിക്ക് എവിടേക്കോ തോന്നുന്നുണ്ട് ഒരു 1 ലിറ്ററിൻ്റെ ഒരു പവർ ലോസ് നമുക്ക് തോന്നുന്നുണ്ടോ എന്നൊരു സംശയം, എവിടെയോ എനിക്കൊരു ചെറിയൊരു ഫീലിങ്. അല്ലാതെ വേറെ ഒരു പ്രോബ്ലം എനിക്കില്ല. ഇപ്പോൾ ഒരു അത്യാവശ്യം ലെവൽ റോഡ് കിട്ടി. ഞാൻ 65ലാണ് പോകുന്നത്. ഞാൻ 6th ഗിയറിലും കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. യെസ്, ഇപ്പോൾ പോകുന്നത് 6th ഗിയറാണ് പോകുന്നത്. M6 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏത് ഗിയറിലാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. 75 RPM ഏകദേശം 1.5. ഈ റേഞ്ചിന് പോവുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. പക്ഷേ 6 ഗിയേഴ്സ് എവിടെ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബബ്ബ അടിച്ചു പോകട്ടോ, ഉള്ളത് കൂടെ പറയാമല്ലോ. പിന്നെ ഒരു 1 ലിറ്ററിൻ്റേതായ ഒരു എന്താ പറയുന്നത്, ആ ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ടെർബോ ഉണ്ടെന്ന് പറഞ്ഞാൽ 2000 RPM മേളിലോട്ട് കയറുമ്പോൾ മാത്രം ആ ഒരു ഗും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അതായത് ടെർബോ പിടിച്ച് ആ ഒരു പവർ നമുക്ക് കിട്ടുന്നത് ഒരു 2000 RPM മുകളിലോട്ട് മാത്രമേ ഉള്ളൂ. ഒരു 1500 ആ റേഞ്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ഇല്ല. ടെർബോ കറങ്ങുന്നതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. മീൻസ് അതിൻ്റെ ഒരു പവർ നമുക്ക് കിട്ടുന്നതായിട്ടൊരു ഫീലില്ല. പക്ഷേ ഏകദേശം ഒരു 2000 തൊട്ട് പിന്നെ പറക്കും കേട്ടോ. 6 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അങ്ങ് പോകും. ഏതായാലും ഓവറോൾ കൊള്ളാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ, ഞാൻ എപ്പോഴും മാനുവൽ എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ട് പോലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഓട്ടോമാറ്റിക് തന്നെയാണ് കേട്ടോ. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഓട്ടോമാറ്റിക്കാണ് ഇഷ്ടപ്പെട്ടത്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതല്ല ഓട്ടോമാറ്റിക്. അതിൽ വാക്കുകളില്ല പറയാൻ വേണ്ടി. അത്യാവശ്യം നന്നായിട്ട് റവ് ചെയ്ത് ഓടിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും മാനുവൽ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എനിക്ക് തോന്നിയിട്ട് 3000 RPM ഒക്കെ കഴിഞ്ഞ് ഓരോ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു രക്ഷയില്ല. ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മര്യാദയ്ക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് തന്നെയാണെന്ന് തോന്നുന്നു നല്ലത്. പക്ഷേ ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ട് മൈലേജിൻ്റെ ലോസ് അതുപോലെ ഉണ്ടാവും. രണ്ടിനും 19 കിട്ടുന്നുണ്ട്. മാനുവൽ വരുമ്പോൾ 19.8, ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് 19 ആണ് നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഫിഗർ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നി എന്ന് തന്നെ ഞാൻ പറയാം. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 5th പോകുന്നത്, 4th ആക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും വ്യക്തമായിട്ട് നമ്മൾ ചെയ്യണം. ഏതായാലും കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഇതിൽ റിവേഴ്സ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാം, എന്നാൽ അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. റിവേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ചെയ്താൽ ഓക്കെ അല്ല, താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് അത് ശരിക്കും കൈ ഇങ്ങനെ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് വീഴും. റിവേഴ്സ് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ തെളിയുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നേരെ താഴോട്ട് സൈഡ്, എന്നാലേ റിവേഴ്സ് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണോ അതോ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ഡൗട്ടാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഡ്രൈവിംഗ് കംഫോർട്ട് പോലെ ഇപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കാണ് കുറേ കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ക്ലച്ച് അപ്ലൈ ചെയ്യുക, ഗിയർ മാറ്റുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. ബുദ്ധിമുട്ടെന്നല്ല, പക്ഷേ ഒരു 1 ലിറ്ററിൽ എനിക്ക് എപ്പോഴും ഒരു ഫീല് തോന്നിയിട്ടുള്ള ഓട്ടോമാറ്റിക് തന്നെയാണ്. മാനുവൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില സമയത്തെങ്കിലും ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ 3rd നിന്നും 4th ഷിഫ്റ്റ് ചെയ്ത് കയറിപ്പോയി കഴിയുമ്പോൾ ഒന്ന് സ്പീഡ് ഡൗൺ ചെയ്യേണ്ടി വരുമ്പോൾ ഒന്ന് കിക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു ഫീൽ നമുക്ക് ശരിക്കും അവിടെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് പണിയെടുക്കാതെ ഓടിക്കാം എന്നുള്ളൊരു തോന്നലുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഓവറോൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ മാത്രമേ ഈ വാഹനത്തിൻ്റെ ഒരു ഫീല്, ഞാൻ പറയുന്ന പോലെ മാത്രമല്ല, നിങ്ങൾക്ക് ആ ഫീല് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം. അതുകൊണ്ട് മറക്കാതെ ഈ ഒരു വാഹനം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അതിൻ്റെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയുള്ള നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക.